എത്ര ഉപകാരം ചെയ്താലും എന്തോ ചെയ്താലും അണലിയാണോ കളിക്കും. രൂപാന്തരം ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പരീശന്മാരും സദൂക്യരും അവന്റെ അടുത്ത് സ്നാനമേൽപ്പാൻ വന്നപ്പോൾ ചോദിക്കുക, സർപ്പസന്തതികളെ, അണലിയുടെ സന്തതികളെ എന്നാ ശരിക്കും എഴുതിയിരിക്കുന്നത്, ബ്രൂഡ് ഓഫ് എ വൈപ്പർ, അണലിയുടെ സന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? എന്നാന്നറിയാം ഇവന്മാര് സ്നാനപ്പെടാൻ വന്നത്? ഒത്തിരി പേര് പറഞ്ഞു, എടാ യോഹന്നാന്റെ അടുത്ത് പോയി സ്നാനപ്പെട്ടേരെ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നീ അങ്ങ് സ്വർഗത്തിൽ പോകും, ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും ഇനി അതിന്റെ ഇവന്മാര് വന്നത് ഇനി അതിന്റെ കുറവ് കൊണ്ട് ചില പാർട്ടികൾ സ്നാനപ്പെടുന്നത് തന്നെ അങ്ങനെ. എന്റെ ബ്രദറെ, ഇനിയിപ്പോ അതിന്റെ കുറവ് കൊണ്ട് ഞാന് സ്വർഗത്തിൽ പോയില്ലെന്ന് വേണ്ട. അങ്ങനെ പോയി മുങ്ങുന്നവരും ഉണ്ട്. അങ്ങനെ പോയി മുങ്ങിയാലൊന്നും യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. യോഹന്നാൻ സ്നാപകൻ പറയാ, ഇല്ല, നിനക്ക് ഈ മുങ്ങല് കൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാകത്തില്ല. കാര്യം നീ അണലിയുടെ സന്തതിയാണ്. നിനക്ക് രൂപാന്തരം ഉണ്ടാക്കാൻ ഈ സ്നാനമൊന്നും പോരാ. പിന്നെന്തോ ഇവന് വേണ്ടത്? അതാണ് അടുത്ത വാക്യം പറയുന്നത്, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്നറിയാമോ? അത് അണലിയെ പോലും രൂപാന്തരപ്പെടുത്തുന്നതാ. വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് മാത്രം അണലിക്ക് രൂപാന്തരം ഉണ്ടാകത്തില്ല. പക്ഷേ ആത്മാവിൽ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഇവന്റെ ബ്രീഡ് മാറും. അപ്പൊ ബ്രീഡ് മാറണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ജീവിതമെന്ന് പറയുമ്പോൾ പ്രവൃത്തി മാറിയാൽ പോരാ, അത് പിന്നെയും ചാടിക്കേറി വരും. ശീലങ്ങൾ പരിശീലിക്കുന്നതാണ്, അതും മാറിപ്പോകും. പക്ഷേ സ്വഭാവമാണ് മാറേണ്ടത്. പക്ഷെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വഭാവം വ്യക്തിത്വവുമായി, വ്യക്തിത്വം എന്നുള്ള വാക്ക് കറക്റ്റ് അല്ല, ബ്രീഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അത്, അതായത് നമ്മളൊരു ബ്രീഡ്, ഇപ്പം പട്ടിക്ക് പൂച്ചയാകാൻ പറ്റില്ല, പൂച്ചയ്ക്ക് പട്ടിയാകാനും പറ്റില്ല, മുള്ളിന് മുന്തിരിപ്പഴമാകുവാൻ കഴിയില്ല. ബ്രീഡ് ഡിഫറന്റ് ആണ്. എന്നതുപോലെ ഒരു വ്യത്യസ്തമായ ബ്രീഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ബ്രീഡ് ആവുകയാണ് നമുക്ക് ആവശ്യം. അതിനാണ് വീണ്ടും ജനനം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ കൈവോക്ക്, മുങ്ങ്, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ട് മാത്രം മനുഷ്യന് രൂപാന്തരം ഉണ്ടാകത്തില്ല. രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാകണം. പുതിയ സൃഷ്ടിയാകണമെങ്കിൽ അവൻ വീണ്ടും ജനിക്കണം. അതുകൊണ്ട് വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നമ്മുടെ ക്ലാസ്സുകളിൽ അനിവാര്യമാണ്. ഞാനിത് പറയാൻ കാര്യം, നമ്മിൽ തന്നെ, നമ്മുടെ സഭകളിൽ തന്നെ പല ആളുകളും വീണ്ടും ജനിച്ചവരല്ല. നല്ല മനുഷ്യരാ, പക്ഷേ വീണ്ടും ജനിച്ചിട്ടില്ല. അപ്പൊ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് എത്ര പരിശ്രമിച്ചാലും കഴിയുകയില്ല. കാരണം ഞാൻ സ്വാഭാവികമായി ജനിച്ചപ്പോൾ ആദാമിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ എത്ര പരിശ്രമിച്ചാലും ആദാമിന്റെ അത്രയൊക്കെ വളരൂ. പക്ഷെ വീണ്ടും ജനിക്കുമ്പോൾ ആദാമിൽ നിന്നുള്ള ജനനമല്ല, ആത്മാവിൽ നിന്നുള്ള ജനനമാണത്. വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൽ ജനിച്ചവൻ യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയും. കാര്യം എന്താ? യേശുവും ആത്മാവിൽ ജനിച്ചവനാ. Jesus was born of the Spirit. And if you are born of the Spirit, then you can live like Jesus. യേശുവിന്റെ ജീവിതം ജീവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ആത്മാവിനാൽ ജനിക്കണം. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? വ്യക്തമായല്ലോ? ആയോ? ഓക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദാഹരണങ്ങളിലൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുള്ളത് ക്ലിയർ ആകും. അതുകൊണ്ട് നമ്മൾ പ്രവൃത്തികൾ നന്നാക്കി ക്യാരക്ടർ ഭേദമാക്കുകയല്ല. ക്യാരക്ടർ മാറണമെങ്കിൽ ബ്രീഡ് മാറണം. ബ്രീഡ് മാറുമ്പോൾ ക്യാരക്ടർ മാറും. ക്യാരക്ടർ മാറുമ്പോൾ എന്റെ ഹാബിറ്റ് നാച്ചുറലി വേറെയാകും. അപ്പോൾ എന്റെ പ്രവൃത്തികൾ വ്യത്യാസമായിരിക്കും. അപ്പൊ യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ യേശു ആത്മാവിൽ ജനിച്ചവനാണ്, ആത്മാവിനാൽ ജനിച്ചവനാണ്. ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിനാൽ ജനിച്ചവനാണ്. പുതുജനനം പ്രാപിച്ച പുതിയ സൃഷ്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റൂ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, പുതുതായി ജനിക്കുമ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ അപ്പനെ പോലെ വളരാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ അപ്പനെ പോലെ വളരാനുള്ള ശക്തി അവനിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അത്
പുറത്തു നിന്നുള്ള ശക്തിയല്ല, പ്രത്യുത അവന്റെ ഉള്ളിൽ ആ ആത്മാവ് ജീവിക്കുന്നത് കൊണ്ട്. പിന്നെ നമ്മളെ സഹായിക്കാൻ ആരും കൂടെ ഉണ്ട്. നമ്മൾ ആത്മാവിനാൽ ജനിക്കുകയും ചെയ്തു, നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മളെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഉണ്ട്, നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെ നമുക്ക് യേശു ജീവിച്ചതുപോലെയുള്ള ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയുന്നത് അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനിവാര്യമാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പാപബോധം നമുക്ക് വേണം, അനുതാപം വേണം, മാനസാന്തരം വേണം, ഇല്ലേ? ഇതെല്ലാം വേണം. പാപബോധമില്ലാതെ അനുതാപം ഉണ്ടാവുകയില്ല, അനുതാപമില്ലാതെ മാനസാന്തരം ഉണ്ടാവുകയില്ല, മാനസാന്തരം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ പാപം ഏറ്റുപറയുകയില്ല, പാപം ഏറ്റുപറയുന്നില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല. ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് വീണ്ടും ജനനമാണ്. ഗ്രഹിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയയില്ല. വീണ്ടും ജനിച്ചവന്റെ ക്യാരക്ടർ മാറുന്നു. കാര്യം അവനൊരു പുതിയ ബ്രീഡാണ്. ആദാമിൽ നിന്നുള്ളവൻ ആത്മാവിൽ നിന്നുള്ള ജനനം അവൻ പ്രാപിക്കുകയാണ്. വീണ്ടും ജനിച്ചവൻ പുതിയ ബ്രീഡാകുമ്പോൾ അവന് മാത്രമേ യേശുവിന്റെ ക്യാരക്ടർ ലഭിക്കത്തുള്ളൂ. 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവനാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളിൽ ലഭിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. പാർട്ടേക്കേഴ്സ് എന്നുള്ള വാക്കാ, കൂട്ടാളിയാവുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പാർട്ടേക്കേഴ്സ്, നമ്മളതിന്റെ പങ്കാളികളായി തീരുന്നത്. അപ്പൊ ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ കയറിയ ആ ദിവ്യ ശക്തി, ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ജനനത്താൽ നമ്മൾ ആത്മാവിലുള്ള ജനനം പ്രാപിച്ചതുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അവയാൽ നമുക്ക്, അല്ലെങ്കിൽ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ, ശരിക്കും പറഞ്ഞ ആ വാക്യം, തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നമുക്കപ്പോ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി പാർട്ടേക്കേഴ്സ് ആകാൻ നമുക്ക് കഴിയും, പറ്റും. പക്ഷെ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കണമെന്നല്ല. അതാ ഞാൻ പറഞ്ഞ ടീച്ചിങ്, ഒത്തിരി വികലമായ ടീച്ചിങ്സ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാനില്ല പ്രിയമുള്ളവരെ, നമുക്കൊരു പകരക്കാരനുണ്ട്, നമ്മൾ മിണ്ടാതങ്ങ് ഇരുന്നാ മതി, നമുക്കൊന്നും ചെയ്യാനില്ല. വേദപുസ്തകം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. നമുക്ക് ചെയ്യാനുണ്ട്. അടുത്ത വാക്യം എന്താ പറയുന്നത്? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. കൂടി വരുമെന്നല്ല പറയുന്നത്, കൂട്ടിക്കൊള്ളുവിൻ. അപ്പൊ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന ടീച്ചിങ് വേദപുസ്തകത്തിനനുസരിച്ചുള്ള ടീച്ചിങ് അല്ല. എന്നാൽ സ്വന്തം ശക്തി കൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവന്റെ ദിവ്യ ശക്തി ഇതിനുള്ള എല്ലാം നമുക്ക് നൽകുന്നു. ഇവ നിങ്ങൾക്ക് വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. നമ്മൾ പലപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശുദ്ധീകരണം, തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവൻ. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ ഓർക്കുന്നില്ല എത്ര വലിയ പാപത്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ചത് എന്ന് തന്നെയല്ല, അതിനുവേണ്ടി അവൻ എന്ത് വില കൊടുത്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. പ്രിയമുള്ളവരെ, പാപം എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിൽക്കും. പാപം എല്ലാവരെയും പ്രലോഭിപ്പിക്കും. അത് എത്ര പ്രായം കഴിഞ്ഞാലും പ്രലോഭിപ്പിക്കും. കുറച്ച് ചെറുപ്പക്കാരി പിള്ളേരെല്ലാം കൂടെ 75 വയസ്സുള്ള ഒരു അപ്പച്ചന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അപ്പച്ച
ഏത് പ്രായമാകുമ്പോഴാ ഈ പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളൊന്ന് വിടുതൽ പ്രാപിക്കുന്നത്? അപ്പച്ചൻ പറഞ്ഞു, മക്കളെ എനിക്ക് അത്രയും കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ 75 വയസ്സ് വരെ എന്താണെങ്കിലും ഇല്ല. അപ്പൊ പാപത്തിന്റെ പ്രലോഭനം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അത് പിശാച് ഉള്ളിടത്തോളം കാലം അവൻ നമ്മളെ പ്രലോഭിപ്പിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്നത്, നമ്മൾ ഉത്സാഹമില്ലാത്തവരായി എല്ലാം ചെയ്യാൻ വേറെ യേശു ഉണ്ട്, അത് അവൻ ചെയ്തോളും, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു തിരിഞ്ഞു പോകുന്നവര്, അവൻ കുരുടനും ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും. നമ്മൾ ഓർക്കണം, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവ് എന്ത് വിലയാ കൊടുത്തത്? കാൽവറി ക്രൂശ്. യേശുവിനെ പോലെ വിശുദ്ധനായ ദൈവികമായി ജീവിച്ച ഒരു വ്യക്തി, അവന്റെ മേൽ എന്റെ പാപത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് when I look at the cross. യേശുവിന്റെ പാപം നിമിത്തമല്ലല്ലോ അവൻ മരിച്ചത്. ആരുടെ പാപം നിമിത്തമാണ്? എന്റെ പാപം. അപ്പൊ എന്റെ പാപമാണ് അവനെ കാൽവറി ക്രൂശിൽ കയറ്റിയത്. അപ്പൊ എന്റെ പാപത്തിന് യേശുവിനെ പോലെ വിശുദ്ധനായ ദൈവപുത്രനെ ക്രൂശിൽ കയറ്റാൻ കഴിയും. അതാ എന്റെ മനസ്സിൽ. അപ്പൊ എന്റെ മുമ്പിൽ പാപം വന്ന് നിൽക്കുമ്പോൾ ഞാൻ പാപത്തിലേക്കല്ല നോക്കുന്നത്, ഞാൻ ക്രൂശിലേക്ക് നോക്കും. എന്റെ പാപത്തിന് യേശുവിന്റെ മേൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണുന്നത് കാൽവറി ക്രൂശിലാണ്. ആ ക്രൂശിന്റെ ദർശനം എന്റെ കണ്ണുകളിൽ പതിഞ്ഞാൽ പിന്നൊരിക്കലും എന്റെ കണ്ണ് പാപത്തിലേക്ക് പോകില്ല. ആ ക്രൂശിന്റെ ദർശനം നഷ്ടപ്പെട്ടത് ഇന്നത്തെ പ്രശ്നം. കൊച്ചുകുഞ്ഞിലൊക്കെ പാട്ടുകളാണ് ഏറ്റവും പ്രധാനം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, എന്റെ ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ കാണുന്നതാരിതാ, ക്രൂശിന്മേൽ കാണുന്നതാരിതാ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രിയമുള്ളവരെ, ആ ക്രൂശിന്റെ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാപത്തെ പിന്നെ സ്നേഹിക്കാൻ നമ്മൾ പോകുമോ? എന്തുകൊണ്ടാ പാപം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പാപത്തിലേക്ക് നോക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ക്രൂശിലേക്ക് നോക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ക്രൂശിനെ കാണുന്നവൻ പാപത്തിന്റെ പിന്നാലെ പോകില്ല. ഹല്ലേലൂയ. അവൻ തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, എന്റെ വിളി എന്താണെന്നുള്ളത്, എന്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്നുള്ളത് ഞാൻ ഉറപ്പാക്കണം. എപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം, ദൈവം എന്തിനാ എന്നെ വിളിച്ചിരിക്കുന്നത്? ദൈവം എന്നെ അശുദ്ധിക്കല്ല വിളിച്ചിരിക്കുന്നത്, ദൈവം എന്നെ വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. യേശു ജീവിച്ചതുപോലെ ജീവിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എന്റെ തെരഞ്ഞെടുപ്പ് അതാണ്. നമ്മുടെയൊക്കെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയാമോ? ആത്യന്തികമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ നമ്മൾ 29-ാമത്തെ വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. എന്തിനാ നമ്മുടെ വിളി? എന്തിനാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ചില്ലറക്കാര്യമല്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാപത്തിലേക്ക് പിന്നെ പോവുകയില്ല.
അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ നമ്മൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ. എന്നെ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചത്? എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ്? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? അത് നിർവഹിക്കാനായിട്ടുള്ള ഉറപ്പ് എനിക്കുണ്ടായിരിക്കണം. യേശു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾ യോഹന്നാൻ വീണ്ടും മടങ്ങി വരാം. 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അവൻ പറയുന്ന കാര്യം ഇതാണ്: താന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ ചെല്ലാനുള്ള സമയം അടുത്തു എന്ന് യേശു അറിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. തനിക്കുള്ളവരെ പ്രത്യേകമായി അവൻ സ്നേഹിക്കുന്നുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മാത്രമല്ല കർത്താവ് സ്നേഹിക്കുന്നത്. ഗോഡ് ലവ്സ് എവ്രിബഡി. എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരെയും. അവൻ സൃഷ്ടി എന്ന നിലയിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ എല്ലാവരെയും സഹായിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം വിശ്വാസികൾക്ക് മാത്രമായിട്ട് മഴ പെയ്ച്ചു കൊടുക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും, ദുഷ്ടന്മാരുടെ മേൽ പോലും അവൻ എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കുന്ന ദൈവമാണ്. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അനേക രോഗികളെ അവൻ സൗഖ്യമാക്കി. നീ എന്നെ സ്വീകരിക്കുമോ, എന്റെ പിന്നാലെ വരുമോ എന്നൊന്നും ചോദിച്ചിട്ട് പോലും അല്ല സൗഖ്യമാക്കിയത്. നമ്മളൊക്കെ ആണെങ്കിൽ പറയും, ഞങ്ങളുടെ യോഗത്തിന് വരികയാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറയും. രോഗസൗഖ്യമായാൽ ഞങ്ങളുടെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല. അവർക്ക് നിത്യജീവനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ എന്റെ അടുത്ത് ആര് വന്നാലും ഞാൻ പ്രാർത്ഥിക്കും. വിശ്വാസി വന്നാലും അവിശ്വാസി വന്നാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ സന്നിധിയിൽ അടുത്ത് ആവലാതിയുമായി വന്ന, പ്രയാസവുമായി വന്ന എല്ലാവരെയും അവൻ സ്നേഹിച്ചു. എല്ലാവരെയും സ്നേഹിച്ചു. നമ്മളും അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. എല്ലാവരെയും. എന്നാൽ അവരെ അങ്ങനെ വിട്ടുകളയാനല്ല. കാരണം അതൊരു താൽക്കാലിക സൗഖ്യം മാത്രമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ പുറകെ നടന്ന് നിത്യജീവനെ കുറിച്ച് നമ്മൾ പറയും.